തൃശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇന്ന് രാവിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇറങ്ങുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ ഈ വിഷയം ഉയർത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്നതാണ് നിങ്ങളുടെയൊക്കെ ആരോപണമെങ്കിൽ അതിനിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയങ്ങളിലെല്ലാം കൃത്യമായ മറുപടി ഉണ്ടാകുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നിപ്പോൾ തൃശൂരിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് സാനു കെ സജീവ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമലയിലെ പോലീസ് ആചാര ലംഘനത്തിൽ നടപടി. സോപാനത്തിന് സമീപം ചെരുപ്പിട്ട് കയറിയ പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചിറക്കി. തിരുവനന്തപുരം SAP ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ രാജേഷിനെതിരെയാണ് നടപടി. ചെരുപ്പ് ധരിച്ചു കയറിയ രാജേഷിനെ തിരിച്ച് ക്യാമ്പിലേക്ക് മാറ്റി. വകുപ്പ് തല അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമലയുടെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ S ശ്രീജിത്ത് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ജനം TV വാർത്തയെ തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. മിഥുൻ മുരളി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ സന്നിധാനത്ത് നിന്നും നൽകും. മിഥുൻ, ഇന്നലെ രാത്രിയിലാണ് ഈ ആചാരലംഘനം ഉണ്ടായത്. ഇത് കേരളത്തെ അറിയിച്ചത് നമ്മളാണ്. ഇപ്പോൾ നടപടിയും ഉണ്ടായിരിക്കുന്നു. ഗൗതം, കടുത്ത ആചാര ലംഘനമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി 8:45 ഈ സംഭവം ഉണ്ടാകുന്നത്. തൊട്ടുപിറകെ തന്നെ വാർത്ത നൽകി ഹൈന്ദവ സംഘടനകളുടെ പ്രതികരണം ജനം TVയിലൂടെ പുറത്തേക്ക് വന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രമല്ല, കൃത്യമായി തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വീഴ്ചകൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യം. ഇപ്പോൾ ജനം TV വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം SAPയിലെ പോലീസ് ഉദ്യോഗസ്ഥനായ രാജേഷിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്, തിരിച്ചിറക്കിയിട്ടുണ്ട്. ക്യാമ്പിലേക്കാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. കൂടുതൽ നടപടികൾ വേണമെന്നാണ് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ സൂചകമായി ഇന്നലെ പ്രതികരിച്ചത്. കൂടുതൽ നടപടികളുടെ ഭാഗമായി അന്വേഷണം ഉണ്ടാകുമെന്ന ശബരിമലയുടെ ചുമതലയുള്ള ചീഫ് പോലീസ് കോർഡിനേറ്റർ ADGP S ശ്രീജിത്ത് അന്വേഷണത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ നടപടി ഉണ്ടാവുക. ഇന്നലെ രാത്രി 8:40-നും 45-നും ഇടയ്ക്കാണ് 5 മിനിറ്റോളം സമയം ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഏറ്റവും പരമപവിത്രമായി കരുതുന്ന ശ്രീകോവിലിനോട് ചേർന്ന ഭാഗത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വെള്ള നിറത്തിലുള്ള ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചത്. 5 മിനിറ്റ് സമയത്തോളം അദ്ദേഹം അവിടെ നിലയുറപ്പിച്ചു. ഫ്ലൈ ഓവറിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ഈ കാഴ്ച ആദ്യം കാണുന്നത്. ദൃക്സാക്ഷികളായി അവിടെ ഉണ്ടായിരുന്നത് അവരാണ് ജനം TVയെ ഈ വിവരം അറിയിക്കുന്നത്. ദൃശ്യങ്ങൾ ഫ്ലൈ ഓവറിൽ നിന്നും പകർത്തിയത് ഈ ഭക്തജനങ്ങളാണ്. അവർ അവിടെ നിന്നും ചെരുപ്പ് ധരിച്ചുകൊണ്ടാണ് ഈ ഭാഗത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനോട് അവിടെ നിന്ന് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് മാറിപ്പോകുന്നത് വരെയുള്ള ഏകദേശം 5 മിനിറ്റ് സമയം അവിടെ നിലയുറപ്പിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. രാത്രി 8:40-നും 8:45-നും ഇടയിലുള്ള ആ സമയത്താണ് ഈ ആചാര ലംഘനം നടക്കുന്നത്. രാത്രിയോടുകൂടി നമ്മൾ ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കുന്നു. നിമിഷം നേരം കൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകളുടെ പ്രതികരണങ്ങൾ തേടുന്നു. ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ, VHP നേതാവ് വിജി തമ്പി ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമലയിൽ തുടർച്ചയായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഈ ഗുരുതരമായിട്ടുള്ള ആചാര ലംഘനങ്ങൾ, ഒപ്പം സംസ്ഥാന സർക്കാർ ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ള വിമർശനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ അല്ലെങ്കിൽ മേൽനോട്ട ചുമതല വഹിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലുള്ള വിമർശനങ്ങൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറിന്റെ ഭാഗത്തുനിന്നും VHP നേതാവ് വിജി തമ്പിയുടെ ഭാഗത്തുനിന്നും ജനം TVയിലൂടെ പ്രതികരണമായി ഉണ്ടാവുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയും ചെയ്തത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഈ വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ട നടപടി എന്ന നിലയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ തിരിച്ചിറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം SAPയിലെ ഉദ്യോഗസ്ഥനാണ്, തിരിച്ച് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം SAPയിലെ രാജേഷിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും. വകുപ്പുതല അന്വേഷണത്തിന് ശബരിമലയുടെ ചുമതലയുള്ള ചീഫ് പോലീസ് കോർഡിനേറ്റർ S ശ്രീജിത്ത് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലായിരിക്കും ഇത്തരത്തിൽ വകുപ്പുതല അന്വേഷണം ഉണ്ടാവുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശബരിമലയിൽ 18ാം പടിയിൽ ഫോട്ടോഷൂട്ട് ഉൾപ്പെടെയുള്ള ആചാര ലംഘനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സമീപകാലത്താണ്. പോലീസ് ഉദ്യോഗസ്ഥർ മിഥുനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ശ്രീ വിജി തമ്പി, ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ആചാരലംഘനം സംബന്ധിച്ചുള്ള വാർത്ത ജനം TV ആണ് ആദ്യം കേരളത്തെ അറിയിച്ചത്. അത് പിന്നീട് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? സത്യം പറഞ്ഞാൽ ഇന്നലെ ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. കാരണം എത്ര പരിപാവനമായ ആ സോപാനം, അല്ലെങ്കിൽ ആ പറഞ്ഞ നമ്മുടെ ആ 18 പടിക്ക് മുകളിലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഭഗവാന്റെ
ആ ചൈതന്യം പൂർണ്ണമായും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ 18-ാം പടി പോലും അത്രത്തോളം പ്രാധാന്യത്തോടെ, അത്രത്തോളം ആചാരാനുഷ്ഠാനങ്ങളോടെ. ഞാൻ ചോദിക്കട്ടെ, 18-ാം പടി പോലും നമുക്ക് ഇരുമുടിക്കെട്ടില്ലാതെ കയറാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഇരുമുടിക്കെട്ട് ധരിച്ച് മുദ്ര അണിഞ്ഞ് വ്രതമനുഷ്ഠിച്ച് വരുമ്പോഴാണ് യഥാർത്ഥ അയ്യപ്പനാകുന്നത്. ശബരിമലയിൽ വരുന്ന ഭക്തരല്ല ശബരിമലയിൽ വരുന്നത്. ശബരിമലയിൽ വരുന്നത് അയ്യപ്പന്മാരാണ്. ശബരിമലയിൽ മാത്രമാണ് അവിടെ ശ്രീകോവിലിരിക്കുന്ന ആ ഭഗവാനും അയ്യപ്പനാണ്, അവിടെ വരുന്ന ഓരോ ഭക്തരും അയ്യപ്പനാണ്, അവിടെ പണിയെടുക്കുന്ന ഓരോ ആൾക്കാരും അയ്യപ്പന്മാരാണ്. പണ്ടൊക്കെ നമുക്കറിയില്ലേ പോലീസ് അയ്യപ്പൻ എന്നാണ് പറയുന്നത്. ഈ പോലീസ് അയ്യപ്പൻ എന്ന് പറയുന്നത് എന്താ? വ്രതധാരികളായിട്ട് അവര് മാലയണിഞ്ഞ് താടി വളർത്തി ആ രീതിയിൽ ആ കറുത്ത തോർത്ത് അരിയെ കെട്ടി യൂണിഫോം, പോലീസാണെന്ന് അറിയാൻ വേണ്ടി യൂണിഫോം പാന്റും ഷർട്ടും മാത്രം, ബെൽറ്റ് പോലും ഇടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബെൽറ്റിന് പകരം ഒരു കറുത്ത തോർത്താണ് അവർ കെട്ടുന്നത്. കാര്യം ബെൽറ്റ് തോലായതുകൊണ്ട് അത് മുകളിലിടില്ല. അവൻ ബെൽറ്റ് ഇടില്ല. അപ്പൊ പിന്നെയാണോ ചെരുപ്പ്? ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ചെരുപ്പിട്ടോണ്ട് കയറുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ, അയ്യപ്പന സ്വാമിയെ കുറിച്ച് എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അയാളുടെ മനസ്സ് അതിനെ അനുവദിക്കുമോ? അതാണ് ഞാൻ പറയുന്നത്. പിണറായിയും കൂട്ടരും ചേർന്നിട്ട് ശബരിമല ഉൾപ്പെടെയുള്ള നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ ഏത് രീതിയിൽ നശിപ്പിക്കാം, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ തകിടം മറിക്കാം, എങ്ങനെ അവിടുത്തെ ചൈതന്യം നശിപ്പിക്കാം എന്നുള്ളതിന്റെ അവര് നടത്തുന്ന ആ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ. ഈ പോലീസുകാരെ തെരഞ്ഞു പിടിച്ച് CPM അനുകൂലികളായ, ഈശ്വര വിശ്വാസമില്ലാത്ത നാസ്തികരായ പോലീസുകാരെ തെരഞ്ഞു പിടിച്ച് ശബരിമലയെ ഡ്യൂട്ടിക്ക് ഇടുകയാണ്. അപ്പൊ നോക്കൂ, ഇപ്പം നമുക്ക് ശബരിമലയിൽ പോയി നോക്കൂ, ഏതെങ്കിലും പോലീസുകാർ ക്ഷൗരം ചെയ്യാത്ത താടി വളർത്തി ഏതെങ്കിലും പോലീസുകാരെ അവിടെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അവിടെ ഇരുന്ന് ഇവിടെ രജിസ്റ്റർ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് വേണമെങ്കിൽ 18-ാം പടി ഇരുന്ന് ഉമാർ ഷേവ് ചെയ്യും. അങ്ങനത്തെ അലവലാദികളാണ് ഇപ്പം ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വേണ്ടി പറഞ്ഞു വിടുന്നത്. ഇത്തരം ആൾക്കാരെ പറഞ്ഞു വിട്ടാൽ ഇതിനപ്പുറവും കാണിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ മണ്ഡലകാലത്ത് ആ പൊന്ന് 18-ാം പടിയിൽ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. ഇതുപോലെ എന്തെല്ലാം അവർ കാണിച്ചിരിക്കുന്നു. എത്രയോ അയ്യപ്പന്മാരെ ദ്രോഹിക്കുന്നു, അയ്യപ്പന്മാരെ ഉപദ്രവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ജനം TV കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വൽ അതൊന്ന് കണ്ടാൽ മതി. അതായത് ഈ സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോ അന്ന് അയ്യപ്പന്മാര് ശരണം വിളിച്ച് പ്രതിഷേധിച്ചപ്പോ അയ്യപ്പന്മാരെ ക്രൂരമായി മർദ്ദിക്കുന്നത്, ക്രൂരമായി ആ ലാത്തി കൊണ്ട് അടിച്ച് ഒരാളുടെ സ്കൂട്ടർ അടിച്ച് പൊളിക്കുകയാണ്. ഇയാൾക്ക് എന്താ ദേഷ്യം? ഈ സ്കൂട്ടറുകാരോട് എന്താ ദേഷ്യം? സ്കൂട്ടറിനോട് എന്താ ദേഷ്യം? അപ്പൊ ഇതെല്ലാം യുവന്മാരിൽ, ഈ പോലീസുകാരിൽ, ഈ അലവലാതി പോലീസുകാരിൽ ഇതിങ്ങനെ കുത്തിക്കയറ്റി വെക്കുക, വിഷം കുത്തിക്കയറ്റി വെച്ച് ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ, ആചാരം നശിപ്പിക്കാൻ, ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ, അതിനോട് ഗൂഢമായ ആലോചനയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ, ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ആ ക്ഷേത്രത്തിനുള്ളിൽ ചെരുപ്പിട്ടുള്ള ആൾക്കാർ കയറിയത്. അതും വലിയ വിഷയമായില്ലേ? അപ്പൊ ഇത് നമ്മൾ ഹിന്ദുക്കൾ ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കണം. ഒരു കാരണവശാലും വരാൻ പോകുന്ന മണ്ഡലകാലത്ത് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളാണ്, വ്രതധാരികളാണെന്ന് എഴുതി കൊടുത്തിട്ട് വേണം ഡ്യൂട്ടിക്ക് വരാൻ. പ്രത്യേകിച്ച് ഹിന്ദുക്കളെ അത് തന്നെയാണ്. അതായത് ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കണമെന്ന ആഹ്വാനമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വളരെ നന്ദി ശ്രീ വിജി തമ്പി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.